വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ് നമ്മൾ പതിവ് പോലെ ഒരു റൈഡിന് ഇറങ്ങിയതാണ്. ഇത്തവണ നമ്മൾ ഒരു 4 ദിവസത്തെ റൈഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ റൈഡിങ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മംഗളൂരു, ഉടുപ്പി, മുരുഡേശ്വർ, ഹൊന്നവര, പിന്നെ ജോഗ് ഫോൾസ്, അഗുംബെ, നേത്രാവതി ഇതൊക്കെ കവർ ചെയ്യണമെന്നാണ് പ്ലാൻ. 4 ദിവസമുണ്ട്, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എന്താണേലും ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ നേരെ മംഗളൂർക്കാണ് പോകുന്നത്, നമ്മുടെ മംഗലാപുരം. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. അവിടുത്തെ കുറച്ച് ഫുഡ് സ്പോട്ടുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അതിനുശേഷം നാളെ നമ്മൾ ഉടുപ്പി വഴി മുരുഡേശ്വർ, ഇപ്പോൾ മുരുഡേശ്വരിൽ നേരെ ജോഗ് ഫോൾസിലോട്ട് പോകും. ജോഗ് ഫോൾസിൻ്റെ അവിടെ അടുത്തെവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. നാളെ ജോഗ് ഫോൾസ് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ അവിടെ നേരെ അഗുംബെ, നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന അഗുംബയിലേക്കാണ് തിങ്കളാഴ്ച ദിവസത്തെ യാത്ര. അഗുംബെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതിനുശേഷം നമ്മൾ നേരെ ഹൊർനാട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകും. അവിടെയാണ് നമ്മുടെ തിങ്കളാഴ്ചത്തെ സ്റ്റേ. അപ്പോൾ ഹൊർനാട് നമ്മൾ പോകുന്നതിൻ്റെ കാര്യം, ചൊവ്വാഴ്ച നമ്മളൊരു ട്രക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേത്രാവതി ട്രക്കിംഗ് എന്ന് പറയും. കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. കർണാടകയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ റൈഡിങ് പ്ലാൻ. മൊത്തം 4 പേരുണ്ട്, 3 ബൈക്ക്. അപ്പോൾ ഇതൊരു മൺസൂൺ റൈഡായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മഴ പെയ്താൽ മൺസൂൺ റൈഡ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ റൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ സിറ്റി ലിമിറ്റൊക്കെ വിട്ടിട്ട് ക്യാമറ ഓൺ ചെയ്യാം. ഇതിപ്പോൾ സ്ഥിരം കാണുന്നതാണ്, നമ്മുടെ ഐക്യ ഒക്കെ ഉള്ള ഗോർഗുണ്ടപ്പള്ളി ആ റൂട്ടാണിത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുക്കും. ഇത് നെലമംഗലം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് നേരെ പോകുന്നതാണ് പൂനെക്ക്. പൂനെ, തുംകൂറൊക്കെയാണ് നേരെ പോകുന്നത്. നമ്മളിന്ന് ഹംപി പോയപ്പോഴും ഈ സ്ട്രെയിറ്റ് റൂട്ടിലാണ് പോയത്. അപ്പോൾ മംഗളൂരു, ചിക്ക്മംഗളൂർ, സക്ലേശ്പുരമൊക്കെ പോകേണ്ടവർ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. നമുക്കൊരു 3 മണിയെങ്കിലും ആകുമ്പോഴത്തേക്കും മംഗളൂരു പിടിക്കാൻ നോക്കണം. ഫൈനലി നമ്മൾ ഹാസൻ റോഡിലോട്ട് കയറി. ഇനി ഇവിടുന്ന് ഹാസൻ വരെ അടിപൊളി റോഡാണ്. ഇവിടുന്ന് മാംഗ്ലൂർ 321 കിലോമീറ്റർ, ഹാസൻ 156. ഈ റോഡിൽ അങ്ങനെ വലിയ കാഴ്ചകളൊന്നുമില്ല, അതാണ് ഞാൻ പിന്നെ അധികം ക്യാമറ ഓൺ ചെയ്യാത്തത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സേലം ഹൈവേക്കാളും കുറച്ചും കൂടെ ഭംഗി ഈ റോഡിനാണ്. റോഡ് നല്ല കണ്ടീഷനാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനിടയ്ക്ക് സമയം ഏകദേശം 9:45. ഇനി ഹാസൻ ഇവിടുന്ന് ഏകദേശം ഒരു 40-50 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. മാംഗ്ലൂർക്ക് 224 കിലോമീറ്റർ. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ 4 മണിക്കൂർ 44 മിനിറ്റാണ് സമയം കാണിക്കുന്നത്. ചെറുതായിട്ടൊരു മഴ പെയ്തു. റെയിൻകോട്ടൊക്കെ ഇടാൻ വേണ്ടി നിർത്തിയായിരുന്നു. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും പോയി. നമ്മൾ ഹാസൻ എത്തി. ഇവിടുന്ന് 169 കിലോമീറ്ററാണ് മാംഗ്ലൂർക്കുള്ളത്. നമ്മൾ ഹാസൻ ടൗൺ കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് 155 കിലോമീറ്ററാണ് മാംഗ്ലൂർക്കുള്ളത്. ഏകദേശം 3.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ഇവിടെ നിർത്താം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ വരാനുണ്ട്. നമുക്ക് പുള്ളി വരുന്നിടം വരെ ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എനിക്കൊന്ന് ഷിരഡി ഘാട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം റോഡ് കൂടി നടക്കുകയാണ്. കോൺക്രീറ്റ് ചെയ്യണം റോഡൊക്കെ. നല്ല ബ്ലോക്കാന്ന് തോന്നുന്നു ഫ്രണ്ടിൽ. കുറേ അധികം സ്ഥലങ്ങളിൽ ഈ സൈഡിലത്തെ മലയൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. എനിക്കൊന്ന് മഴക്കാലത്ത് എപ്പോഴും മലയിടിയുന്നൊരു സ്ഥലം തോന്നുന്നു. അതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. മലയിടിച്ചിലുള്ള ഒരു പ്രദേശം പറ്റിയിട്ട് ഇപ്പം വീണ്ടും കുറച്ച് നല്ല റോഡിലോട്ട് കയറി. ഇനി ഈ റോഡ് ഇങ്ങനെ ആയിരിക്കും ചിലപ്പം. എനിക്കൊന്ന് ഷിർഡി ഘാട്ട് അത്രേ ഉള്ളെന്ന് തോന്നുന്നു. മലയുടെയൊക്കെ മുകളിൽ കോട ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. രാവിലെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ചെറിയൊരു തണുപ്പും ആ കോടയൊക്കെ കാണുമായിരിക്കും. ഇപ്പോൾ സമയം ഏകദേശം 12:30 എന്നാലും വെയിലൊന്നുമില്ല.
ഒരു മൂടിയ കാലാവസ്ഥയാണ്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെയായിട്ട് കോട കാണുന്നുണ്ട്. ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. സൈഡിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു. ആർട്ട് സെക്ഷൻ കഴിയാറായെന്ന് തോന്നുന്നു. ഇതൊരു അടിപൊളി റോഡാണ് കേട്ടോ. നല്ല ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് പണി നടക്കുന്നതുകൊണ്ടും ഈ മണ്ണിടിച്ചിലുകൊണ്ടൊക്കെ റോഡ് മോശമായിട്ട് കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇത്രയും ദൂരം ഞങ്ങൾ വന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. നല്ല കിടിലൻ റോഡ്, രണ്ട് സൈഡും മറ്റേ ഫോറസ്റ്റും നല്ല പച്ചപ്പ്. ഈ ഒരു സമയത്തായതുകൊണ്ടായിരിക്കും, മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട്. അതുമാത്രമല്ല റോഡിൽ തിരക്ക് വളരെ കുറവാണ്. നമ്മളങ്ങനെ ഘാട്ട് സെക്ഷൻ കഴിഞ്ഞ് തോന്നുന്നു. മംഗളൂർ 91 കിലോമീറ്റർ, ധർമ്മസ്ഥല 39. നമുക്കിനി 87 കിലോമീറ്ററാണ് മാംഗ്ലൂർക്കുള്ളത്. പെട്രോൾ അടിച്ചേക്കാം. റീഫ്യൂൽ നിന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് കുറേ നേരമായിരുന്നു. ഇത് NH75 ആണ് കേട്ടോ, നാഷണൽ ഹൈവേ 75. കുറേ അധികം വർക്കുകൾ നടക്കുന്നുണ്ട്. ഇത് മല ഇടിച്ചതാണോ മല ഇടിഞ്ഞതാണോ? ഇടിഞ്ഞതാകാനാണ് സാധ്യത. അങ്ങനെ നമ്മൾ ഏകദേശം മാംഗ്ലൂർ എത്താറായി. 9.4 കിലോമീറ്റർ. ഞങ്ങളൊരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇനി 9 കിലോമീറ്ററാണുള്ളത്. സമയം ഏകദേശം 4 മണിയായി കേട്ടോ. ഇനി ചെന്ന് റൂമിലെത്തി ഫ്രഷപ്പ് ആയതിനു ശേഷം ഒന്ന് പുറത്തിറങ്ങണം. ശരിക്കും നമ്മുടെ നാട്ടിലൂടെ പോകുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതിനൊരു വ്യത്യാസം വരുന്നത് ഇവിടെ കന്നഡയിൽ എഴുതിയ ബോർഡുകളും പിന്നെ നോർത്ത് വെസ്റ്റ് കർണാടക ആർട്ടിസിയുടെ ബസ്സുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ബസ്സുകളൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കർണാടകത്തിലാണെന്നുള്ളൊരു തോന്നൽ വരുന്നത്. ഇനി ഏകദേശം 7 കിലോമീറ്റർ ആണുള്ളത്. നമ്മുടെ സ്റ്റേ എത്താറായി. അതുകൊണ്ട് 800 മീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. യെസ്, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് എവിടെയാണ്? ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ. വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മുടെ റൈഡിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. നല്ല മഴയാണ്. ഞങ്ങളെല്ലാവരും റെയിൻ ഗിയറൊക്കെ എടുത്തിട്ടു. ഇനിയിപ്പം അതിന് വേണ്ടി ഇടയ്ക്ക് നിർത്തണ്ടല്ലോ. ഇത് മിക്കവാറും അഴിക്കേണ്ടി വരത്തില്ല, അതുപോലെ മഴയായിരിക്കും. വെതർ ഫോർകാസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എല്ലായിടത്തും മഴയാണ്. ഇവിടെ മുരുടേശ്വറും ജോഗ് ഫോൾസും എല്ലായിടത്തും മഴ. ജോഗ് ഫോൾസിൽ നമുക്ക് മഴ വേണം, എന്നാലും ആ വാട്ടർ ഫോൾസ് നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഫോൾസിൽ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഒരു ബീച്ചിൽ പോയി. തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ മച്ചലി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഫിഷ് ഐറ്റംസിനൊക്കെ ഫേമസ് ആണ്. ഇച്ചിരി ഓവർ ഹൈപ്ഡ് ആണോ എന്നൊരു സംശയമുണ്ട്, ബട്ട് ഓക്കെ തരക്കേടില്ല. 1-2 ഐറ്റംസൊക്കെ നല്ലതായിരുന്നു. താമസിച്ചത് ഒരു സർവീസ് അപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് 1 നൈറ്റിന് 2600 രൂപയായിരുന്നു 4 പേർക്ക്. ഒരു അടിപൊളി സ്റ്റേ ആയിരുന്നു. ഒരു 2 BHK റൂമായിരുന്നു വിത്ത് ഫുള്ളി എക്യുപ്ഡ് കിച്ചൺ, വാഷിംഗ് മെഷീൻ, 2 ബാത്റൂം, അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. AC, ഫ്രീ വൈഫൈ, വർത്തായിരുന്നു എന്താണേലും. അപ്പോൾ ഞാനതിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ആരെങ്കിലും മാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ സ്റ്റേ ചെയ്യാം. മഴ ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കാണാം. ഞങ്ങളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മാംഗ്ലൂരിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ മുരുടേശ്വർ സൈഡിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാൽപ്പേ ബീച്ചാണ്. ഇവിടുന്ന് ഏകദേശം 56 കിലോമീറ്റർ ഉണ്ട്. ഈ മഴയത്ത് ബീച്ചിൽ പോയി എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കൂട്ടത്തിലൊരുത്തം പറഞ്ഞു അവന് മാൽപ്പേ ബീച്ച് കാണണമെന്ന്. എന്നാൽ പിന്നെ പുള്ളിയുടെ ആഗ്രഹം അങ്ങ് സഹായിച്ചു കൊടുത്തേക്കാം. മാൽപ്പേ ബീച്ച് ഓൺ ദ വേയിലാണ്. നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ എടുത്താൽ മതി. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി. മാൽപ്പേ ബീച്ചിന് ശേഷം പിന്നെ മറവന്തെ, അത് ഓൺ ദ വേ, ആ റോഡ് സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് വേറെ റൂട്ടൊന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ മറവന്തെ, അതിനുശേഷം മുരുടേശ്വർ കണ്ടിട്ട് അവിടെ നേരെ ജോഗ് ഫോൾസ്. മിക്കവാറും നമ്മുടെ ഹോം സ്റ്റേ എത്തുമ്പോൾ രാത്രി ആകുമായിരിക്കും. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന ബീച്ച് ഇവിടെ സൈഡിൽ തന്നെയാണ്. ടാനീർ ബാവി ബീച്ച് എന്ന് മറ്റാണ് എൻ്റെ പേര്. ഇവിടെ എന്തോ റിഫൈനറിയൊക്കെ കാണാനുണ്ട്. ഇന്ന് ഫുള്ള് കോസ്റ്റൽ റൂട്ടാണ് നമ്മുടെ യാത്ര. അതിനുശേഷം നമ്മൾ കാട് കയറും. ശരാവതി വാലിയിലാണ് ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാടും മലയും കടലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള റൈഡാണ് ഇത്തവണത്തെ.
സിറ്റി ലിമിറ്റിൽ കുറച്ച് റോഡ് മോശമായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ടോൾ റോഡിലോട്ട് കയറി. അവിടുന്ന് ഏകദേശം ഒരു സിറ്റിയിൽ നിന്നൊരു 10-12 കിലോമീറ്റർ പുറത്ത് വന്നതിന് ശേഷമാണ് റോഡ് ഒരു രക്ഷയിലോട്ടോ. ഇപ്പോൾ അടിപൊളി റോഡ്. ഇപ്പം മഴയും മാറി, വെയിലും തെളിയുന്നുണ്ട്. അടിപൊളി. എല്ലാം കൊണ്ട് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണിപ്പോൾ. മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പം നമുക്ക് നമ്മുടെ മൺസൂൺ റൈഡിൻ്റെ പേരിനോട് നീതി പുലർത്തുന്ന സിറ്റുവേഷനാണ്. എന്താകുമോ എന്തോ. വാവ്. റോഡ് രാവിലെ 10 മണി കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ടായിരിക്കണം റോഡിൽ തിരക്ക് കുറച്ച് കുറവ്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതാകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. നമ്മളന്ന് മൂന്നാർ കണ്ട മഴയുടെ അത്രയും പോരാ. അത്രയും ഹെവി റെയിനിൽ ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല. അതുപോലെ മഴ. ഇത് വലിയ ഇതില്ല. ഇതിപ്പം മാറി. ചില ഏരിയയിലാണ് ഇപ്പം മഴ പെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണത്തില്ല. അപ്പോൾ ഇതാണ് ഉടുപ്പി. സോ നമ്മളങ്ങനെ ഉടുപ്പി എത്തി. ഇതൊന്നും ഇവിടുത്തെ ആ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം. തൊട്ടടുത്ത് തന്നെ ഒരു ലെഫ്റ്റ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട് 200 മീറ്ററിൽ. സോ ഹൈവേന്ന് തന്നെ ഡീവിയേഷൻ എടുക്കണം കേട്ടോ. നമ്മൾ ലെഫ്റ്റ് എടുത്തു. നമ്മളിപ്പോൾ മാൽപ്പേ ബീച്ച് റോഡിലോട്ട് കയറി. നല്ല മഴയാണ്. ആഹാ, എന്താ രസം. വെൽക്കം ടു മാൽപ്പേ ബീച്ച്. ബൈക്ക് ഫ്രീ ഇല്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സ്വിച്ച് ഇട്ട പോലെ മഴ നിന്നെന്ന് തോന്നുന്നു. അടിപൊളി. ഈ മഴയത്താരെങ്കിലുമൊക്കെ ബീച്ചിൽ പോവുമോ എന്നായിരിക്കും നാട്ടുകാർ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കത്തില്ല. കിടിലം ബീച്ചാണല്ലോ. ബീച്ച് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് മാൽപ്പേ ബീച്ച്. നല്ല മഴ ചെറുതായിട്ടൊന്ന് മാറി. അപ്പോൾ ഇങ്ങനെ വന്ന് നിന്നിട്ട് ബീച്ച് കാണാം. അടിപൊളി. നമ്മൾ മാൽപ്പേ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഈ ബീച്ചിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ, പാരഡൈസ് ഐൽ ബീച്ച് റിസോർട്ട്. ഇവിടെയൊക്കെ റൂം എടുക്കണം, അടിപൊളിയായിരിക്കും. കറക്റ്റ് ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ബീച്ചാണ്. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മറവന്തേ ബീച്ചാണ്. അത് പക്ഷേ റോഡ് സൈഡിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ മറവന്തേ പോയി മറവന്തയിൽ നിന്ന് മുരുഡേശ്വർ. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. മറവന്തയിൽ നിന്ന് അടുത്ത 1 മണിക്കൂറാണ് മുരുഡേശ്വർ. നമ്മൾ വീണ്ടും ഹൈവേയിലോട്ടെത്തി. ഇവിടുന്ന് 45 കിലോമീറ്റർ മറവന്തേ ബീച്ചിലോട്ട്. ഏകദേശം 49 മിനിറ്റാണ് ട്രാവലിംഗ് ടൈം കാണിക്കുന്നത്. 1 മണിക്കൂർ മതിയായിരിക്കും.
കുറേ പുഴകൾ ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏത് പുഴയാണോ എന്തോ. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് കോസ്റ്റൽ ഹൈവേ. എനിക്കൊന്ന് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ കേരളത്തിൽ കൂടെ ഇപ്പോൾ പണിയുന്ന നാഷണൽ ഹൈവേ. കുന്താപുരം എത്തി കേട്ടോ നമ്മളിപ്പോൾ. ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്ററാണ് നമുക്ക് മറവന്തയിലേക്കുള്ളത്. റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇവിടെ മൊത്തം പുഴകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ കല്ലാർ റിവർ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഞാൻ ബോർഡ് കണ്ടത്. ഇതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇതിന് മുമ്പ് 2 3 ഉണ്ട്. കുറുകെ നല്ല വലിയ പാലവും അടിപൊളി. നമ്മൾ ഓൾമോസ്റ്റ് മറവന്ത ബീച്ച് എത്താറായി. അതെ, നമ്മളെത്തി. ഇവിടെയാണ് മറവന്ത ബീച്ച്. അപ്പോൾ നമുക്ക് ഇവിടെയെങ്കിലും ചവിട്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ യാത്ര കണ്ടിന്യൂ ചെയ്യണം. ഇനി അടുത്ത് മുരുടേശ്വറിലേക്കാണ്. അവിടേക്ക് ഏകദേശം 53 കിലോമീറ്റർ ഉള്ളൂ, അപ്പോൾ 1 മണിക്കൂറിൻ്റെ യാത്ര. ഈ ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ, ഇവിടെ നെറ്റ് കിട്ടുന്നുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ബീച്ചാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് എൻട്രി ഇല്ല. നമുക്കിങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കാണാം, പക്ഷേ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ മുരുടേശ്വറിലേക്കുള്ള റൂട്ടിലോട്ട് കയറുവാണ്. ലെഫ്റ്റ് ശ്രീ മുരുടേശ്വർ ടെമ്പിൾ. 2 കിലോമീറ്ററേ ഉള്ളൂ. ഈ മുരുടേശ്വർ അമ്പലത്തിൻ്റെ പുറകിലും ഒരു ബീച്ചാണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ശിവ സ്റ്റാച്ചു ആണ്, ബാക്ക്ഗ്രൗണ്ടിൽ കടലൊക്കെ ആയിട്ട്. ഇവിടുന്ന് ആ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ജോഗ് ഫോൾസ്. സമയം 4:30. ഇവിടുന്ന് ഏകദേശം 94 കിലോമീറ്റർ ഉണ്ട് ജോഗ് ഫോൾസിലോട്ട്. ഹൈവേയിൽ കയറി 89 കിലോമീറ്റർ ആക്ച്വലി ഇനി ജോഗ് ഫോൾസിലോട്ട്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോവാണ്. ഇവിടെ നിന്നാണ് ജോഗ് ഫോൾസിന് തിരിയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ കോസ്റ്റൽ ഹൈവേയുടെ യാത്ര പറഞ്ഞ് നേരെ ജോഗ് ഫോൾസിനുള്ള റൂട്ടിലോട്ട് കയറി. ഇനി കുറേ കാടും വെള്ളച്ചാട്ടവും മലകളൊക്കെയാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ഈ റൈഡിൻ്റെ കോസ്റ്റൽ പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി കുറച്ച് ഫോറസ്റ്റും സംഭവങ്ങളൊക്കെ കാണാം. അടിപൊളി റോഡാണ് കേട്ടോ, നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടെന്ന്. മഴക്കാലം ആയതുകൊണ്ട് ജോഗ് ഫോൾസിലേക്ക് പോകാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെയാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. മുരുടേശ്വറിൻ്റെ അവിടെ നിന്ന് വേറൊരു റൂട്ടും കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഭട്കലിൽ നിന്ന് തിരിഞ്ഞ് ശരാവതി വാലി, എനിക്കൊന്ന് അതും വേറൊരു ഫോറസ്റ്റ് റൂട്ടാണ്, അതിലേയും പോകാമായിരുന്നു. നമ്മളിപ്പോൾ ഹൊന്നാവര കവർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഹൊന്നാവര വഴി വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ റൂട്ടിൽ കയറി.
പൊന്നാവര ഹാങ്ങിങ് ബ്രിഡ്ജ് കയറാത്തതിൻ്റെ വിഷമം ഇവിടെ തീർന്നു. ഇവിടെ ഒരു അടിപൊളി ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, ശരാവതി നദിയുടെ മേളിക്കൂടെ. അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്താണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി 40 കിലോമീറ്ററാണ് നമ്മുടെ ഹോം സ്റ്റേയിലോട്ട്. 7:30 റീച്ച് ആവുന്ന ടൈം കാണിക്കുന്നത്. വണ്ടിക്ക് അതിന് ഇപ്പോൾ വേസ്റ്റ് വലിച്ചെറിയുന്നത്. പിന്നെ എങ്ങനെ നാട് വൃത്തിയായിട്ട് കിടക്കും. നമ്മുടെ സിവിക് സെൻസ് റെഡിയാകത്തോളം കാലം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി റോഡാണ് കേട്ടോ. നല്ല ഒരു തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കിടിലൻ റോഡ്, ഫോറസ്റ്റും ഒരു അടിപൊളി ടാറ്റ റോഡും കൊണ്ടാണ് സെറ്റായിരിക്കും. അവിടെ എന്താ ഡാം എന്താണ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ റോഡിൽ മൃഗങ്ങളുണ്ടെന്ന് അറിയത്തില്ല. അവിടെ ബോർഡൊന്നും കണ്ടിട്ടില്ല. സിംഹവാലം കുരങ്ങൻ്റെ ഒക്കെ കുറേ പടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു. അല്ലാത്ത ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മൃഗങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ആ മലയുടെ മുകളിലെല്ലാം കോട ഇറങ്ങി നിൽക്കണം കേട്ടോ. അടിപൊളി മോനെ. ഇവിടെ എന്തൊരു വാട്ടർഫോൾസ് ഉണ്ട്, ചെറിയൊരു വാട്ടർഫോൾസാണ്. ആ മലയുടെ മുകളിലായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വാട്ടർഫോൾസാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഈ ചുരം കയറി കണ്ട സമയത്ത് ഒരു കിടിലൊരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് സ്കിപ്പാക്കിയ ഒരു വാട്ടർഫോൾ ആയിരുന്നു. കണ്ടിട്ട് ജോഗ് ഫോൾസിനേക്കാളും വലുതാണെന്ന് തോന്നുന്നു. അമ്മ അതൊരു വാട്ടർഫോൾ. അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അവിടെ എന്തൊരു പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. കിടിലും വാട്ടർഫോൾസ്. എനിക്കത് മിക്കവാറും മഴക്കാലത്ത് മാത്രം ആക്റ്റീവ് ആകുന്നൊരു വാട്ടർഫോൾസ് ആയിരിക്കും. എന്തായാലും കൊള്ളായിരുന്നു. ഇതൊരു കിടിലൻ റോഡാണ്. സമയം 7 മണിയായി, എന്നാലും ഇപ്പോഴും ഇരുട്ടങ്ങോട്ട് വീണിട്ടില്ല. നമ്മൾ 7:30 ആകുമ്പോഴത്തേക്കും ഹോം സ്റ്റേ എത്തുന്നതാണ് ഗൂഗിൾ വെച്ച് കാണിക്കുന്നത്. 24 കിലോമീറ്ററും കൂടെ ഉള്ളൂ.